സുഹൃതികളായ സജ്ജനങ്ങളെ, വിശേഷമായിരിക്കുന്ന ഉദിക്കാമല ധർമ്മശാസ്താവിൻ്റെ മഹാസന്നിധാനത്തിൽ നടന്നു വരുന്ന അയ്യപ്പ ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ ഒന്നാം ദിവസം സത്സംഗം നമ്മൾ ഭഗവാന്റെ പാദത്തിലേക്ക് പുഷ്പാഞ്ജലിയായി സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. നമ്മളിന്ന് പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഭാഗം, നമ്മൾ അയ്യപ്പ ഭാഗവതത്തിൽ പാലാഴി മഥനം പോലെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്ത് ധർമ്മശാസ്താവ് എന്നതായ ഈശ്വര സങ്കല്പത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് കടക്കുന്നത്. കേവലം ഒരു കഥാരൂപത്തിലല്ല ഈ ഒരു സംവിധാനം നമ്മളിവിടെ ചിന്തിക്കുന്നതും പറയാൻ പോകുന്നതും. നമ്മളൊക്കെ തന്നെ പറയാറുണ്ട്, നമ്മൾ ഭാരതീയർ അല്ലേ, ഹർഷഭാരതീയർ എന്നാണ് നമ്മളെ വിളിക്കുക, ഹർഷഭാരതീയർ. ഈ ഹർഷഭാരതീയരായിരിക്കുന്ന നമ്മളെ എപ്പോഴും നമ്മൾ തന്നെ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു സങ്കല്പമാണ് 33 കോടി ദേവതമാർ ഇല്ലേ. ഇല്ല, കേട്ടിട്ടില്ലേ? ചിലരൊക്കെ പറഞ്ഞു കേട്ടില്ല, നിങ്ങൾക്ക് ഒത്തിരി ഈശ്വരന്മാരുണ്ടോ എന്ന് പറയില്ലേ. 33 കോടി ദേവതമാരുണ്ട്. ശ്രദ്ധിക്കേണ്ടത് 33 കോടി ഈശ്വരന്മാർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, 33 കോടി ദേവതമാര് എന്നാണ് പറയുക. ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട വാക്കുകളാണ് ഓരോന്നും. ആട്ടെ, എന്താ ഈ 33 കോടി ദേവതമാർ? ഇവരെയൊക്കെ അറിയൂ? ഇവരെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 33 കോടി പേരെ അറിയുമോ? നിങ്ങൾ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്താ ഞാൻ പറഞ്ഞു വന്ന വിഷയം? 33 കോടി ദേവതമാര്. ഇനി ശ്രദ്ധിക്കുക, എന്താണ് 33 കോടി ദേവതമാര്? പ്രധാനമായിട്ട് നമുക്ക് 33 ദേവതമാരാണ് ഉള്ളത്. എത്രയാണ്? 33. അപ്പൊ എന്താണ് കോടി? കോടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അസംഖ്യമായിരിക്കുന്ന ദേവതാ സങ്കല്പങ്ങളെന്നാണ്. എത്രയുണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്തുവാനോ നിശ്ചയിക്കുവാനോ നമുക്ക് സാധിക്കില്ല. ഭാഗവതത്തിൽ അതിസുന്ദരമായ വൃത്രാസുരമോക്ഷം എന്ന ഭാഗം പാരായണം ചെയ്യുമ്പോൾ അതിൽ അതിസുന്ദരമായ ഒരു സങ്കല്പം തന്നെ പറയുന്നുണ്ട്. ഈശ്വരന്റെ മഹത്വം നമുക്ക് എങ്ങനെയാ അറിയാൻ പറ്റുക എന്നുള്ളത്. അതിന് മറുപടിയായിട്ട് വൃത്രാസുരൻ ഉൾപ്പെടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിലുമുള്ള ധൂളി പടലങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമെങ്കിൽ പരബ്രഹ്മസ്വരൂപത്തിനെയും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ഈ അണ്ടകടാഹത്തിൽ എത്ര ചന്ദ്ര സൂര്യ നക്ഷത്രാദികളുണ്ടോ അവരെയൊക്കെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ആരുടെ മഹത്വം അറിയാൻ പറ്റും? സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെതും. അപ്പൊ 33 കോടി ദേവതമാര് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആരൊക്കെയാണ് ഈ 33 ദേവതമാര് എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. പ്രധാനമായിട്ട് ആദ്യമുള്ളത് അഷ്ടവസുക്കള്. കേട്ടിട്ടുണ്ടോ? അഷ്ടവസുക്കൾ എന്ന് പറയുക. അഷ്ടവസുക്കള് അതിൽ നമ്മൾ നോക്കിക്കഴിയുമ്പം 5 ഉണ്ട്, പിന്നെ 3 എണ്ണവുമുണ്ട്. അതിൽ വിശേഷമായി നോക്കിക്കഴിയുമ്പോൾ പഞ്ചഭൂതങ്ങളും ദ്യോവ്, ചന്ദ്രൻ, ആദിത്യൻ തുടങ്ങിയതായിരിക്കുന്ന 3 പേരൂടെ ചേർന്ന് അങ്ങനെ എത്ര പേരുണ്ട്? 8 പേര്, അഷ്ടവസുക്കള്. ശേഷം നമ്മൾ കാണുന്നുണ്ട് ഏകാദശ രുദ്രന്മാര്. 11 രുദ്രൻ ചേരുന്നതാണ് ഒരു ശിവൻ. ശ്രദ്ധിച്ചോ? പറഞ്ഞത് മനസ്സിലായോ? എത്ര രുദ്രനാണ്? 11 രുദ്രൻ ചേരുന്നതാണ് ഒരു ശിവൻ എന്ന് പറയുക. അപ്പൊ ആദ്യം 8 വസുക്കള്, ഇപ്പം എത്ര പേരായി? 11 പേരൂടെ ചേർന്നു, 11 രുദ്രന്മാര്. ഇനിയുമുള്ളത് എത്ര ദേവതമാരാ? 12 സൂര്യന്മാര്, 12 ആദിത്യന്മാര്. അഷ്ടവസുക്കള്, ഏകാദശ രുദ്രന്മാര്, 12 ആദിത്യന്മാര്. ഇനിയുള്ളത് എത്ര പേരാ? ഇനി 2 പേരൂടെ. ഇപ്പൊ 31 ഇനി 2 പേരൂടെ ഉണ്ട്. അതിൽ ഒന്ന് ഏകാദശ രുദ്രന്മാര്, 12 ആദിത്യന്മാര്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? 12 ആദിത്യന്മാര് ദേവതമാരായി. ഈ 33 ദേവതമാര് കൂടാതെ അസംഖ്യമായിരിക്കുന്ന ഈശ്വര സങ്കല്പങ്ങളൂടെ ചേരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുക? 33 കോടി ദേവതമാര് എന്ന് പറയുക. അപ്പൊ ഇനി നമ്മൾ അവസാനം കണ്ട 2 പേരെ എടുക്കുക. ഒന്ന് ഇന്ദ്രൻ, 2 പ്രജാപതി.
ആ ഇന്ദ്രൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇന്ദ്രൻ എന്ന സങ്കല്പത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാര് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ മനസ്സിനെയാണ്. എന്തെന്നാ പറയാ? മനസ്സിനെ. ആട്ടെ, നിങ്ങൾക്കൊക്കെ മനസ്സുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. ശരി, ഈ മനസ്സ് എവിടെയായിരിക്കുന്നേ? മനസ്സ് എവിടെയായിരിക്കുന്നേ? തലേമേലുണ്ടോ? ഇല്ല. നെഞ്ചിലുണ്ടോ? നെഞ്ചിലുണ്ടോ ഈ സാധനം? മനസ്സുണ്ടോ? പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് മനസ്സില്ല ഇപ്പൊ തരാൻ, എനിക്ക് മനസ്സില്ല ഇപ്പൊ പറയാൻ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, ഇല്ലേ? അപ്പൊ ഈ മനസ്സ് എവിടെയായിരിക്കണത്? എവിടെയായിരിക്കണത്? വയറിലുണ്ടോ? പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരിടത്തും ഇന്ന് വരെ മെഡിക്കൽ സയൻസ് ഇങ്ങനെ ഒരു ശരീര അവയവത്തിനെ കണ്ടുപിടിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സാധനമില്ല. ഈ മനസ്സിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സാധനമാണ് ഇത്, മനസ്സ് എന്ന് പറയുക. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഋഷീശ്വരന്മാരുടെ സങ്കല്പത്തിലായാലും നമ്മുടെ കവികളുടെ സങ്കല്പത്തിലായാൽ പോലും എപ്പോഴും മനസ്സിനെ ഉപമിക്കുന്നത് കുരങ്ങന്മാരോടാണ്. കേട്ടിട്ടുണ്ടോ? കുരങ്ങന്മാരോട്. കുരങ്ങിന്റെ സ്വഭാവം എന്താ? ചാടി ചാടി നടക്കും. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ജപിക്കുന്നുണ്ട് ഭഗവതിയെ, അമ്മയെ, അംബികയെ നമ്മൾ ഭജിക്കുന്നതാണ് പശുലോക ഭയങ്കരി എന്ന് വിളിക്കുന്നുണ്ട്. പശുലോക ഭയങ്കരി. നമ്മളിപ്പോൾ അഷ്ടോത്തരം ജപിച്ചപ്പോഴും അതിലുമുണ്ട് പശുലോക ഭയങ്കരായ നമ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പശുലോക ഭയങ്കരി എന്ന് പറയുക? പശു എന്നത് നമ്മൾ പറഞ്ഞു സ്ഥായീഭാവമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയുണ്ട്, അത് മനസ്സിനുള്ളതാണ്. ആട്ടെ, ഈശ്വരൻ എവിടെയായിരിക്കുന്നേ? ഈശ്വരൻ എവിടെയായിരിക്കുന്നേ? ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? പറയൂ. മനസ്സിലോ? ഇപ്പൊ മനസ്സില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ പറയുന്നു മനസ്സിലാണെന്ന്. ഈശ്വരൻ ഇരിക്കുന്നത് മനസ്സിലല്ല. ഈശ്വരനെ മനസ്സിൽ ഇരുത്തരുത്. പറഞ്ഞത് മനസ്സിലായോ? ഇല്ലാത്ത ഒരു സാധനത്തിലല്ല ഈശ്വരൻ ഇരിക്കുന്നത്. ഈശ്വരൻ ഇരിക്കുന്നത് ഏറ്റവും ഹൃദ്യമായ ഭാഗത്താണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഹൃദയത്തിൽ വേണം ആരിയ്ക്കാൻ? ഈശ്വരൻ ഇരിക്കാൻ. ഇവിടെ നാരായണിയൊക്കെ ഉപാസിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? നാരായണീയത്തിൽ അതിസുന്ദരമായിരിക്കുന്ന ഒരു ശ്ലോകം തന്നെ പറയുന്നുണ്ട്. ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ. അവിടെ ചിത്തമെന്നാ എഴുതിയത്, മനസ്സ് എന്ന് എഴുതിയില്ല. ശ്രീമദ് ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോഴും വാസുദേവ കൃഷ്ണൻ തിരുവവതാരം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ എവിടെയായിരുന്നു എന്നൊരു സമസ്യയുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ആരുടെ? ദേവകിയമ്മയുടെ ഗർഭത്തിൽ ഭഗവാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഭഗവാൻ വാസുദേവൻ എവിടെ ഉണ്ടായിരുന്നു? ഭഗവാൻ വാസുദേവൻ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സുന്ദരമായി ഭാഗവതം അതിന് ഉത്തരം തരുന്നുണ്ട്. വാസുദേവരുടെ ഹൃദയത്തിലായിരുന്നു ആരുണ്ടായിരുന്നത്? വാസുദേവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടത്രേ വസുദേവരുടെ മുഖം ആരെ പോലെ ഇരുന്നു? സൂര്യനെ പോലെ ശോഭിച്ചു നിന്നു എന്ന് ഭാഗവതത്തിൽ എഴുതിയത്. അപ്പൊ ഇനി ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇവിടെ ചിത്തമെന്നും പറഞ്ഞു, മനസ്സ് എന്നും പറഞ്ഞു. അപ്പൊ ഈ ചിത്തവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ ചിത്തവും മനസ്സും തമ്മിൽ? നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ ഇത് പര്യായപദമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? പര്യായപദമായിട്ട്. എന്നാൽ രണ്ടിനും രണ്ട് അർത്ഥവ്യാപ്തിയുണ്ട്. മേൽപ്പത്തൂർ ചിത്തസ്ഥിതമ്മേ പവനപുരപതേ കൃഷ്ണ എന്ന് എഴുതുവാനുള്ള കാരണവും ഭാഗവതത്തിൽ അടക്കം പറയുന്നു, ഭഗവാൻ ഗീതയിൽ അടക്കം പറയുന്നു, ഹൃദ്യതേ, ഞാൻ എവിടെ ഇരിക്കുന്നുണ്ട്? ഞാൻ നിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ എന്ത് ചെയ്യാ? എൻ്റെ അയ്യപ്പ എന്ന് പറഞ്ഞ നെഞ്ച് തീർത്തൊരു അടി അടിക്കാറില്ലേ? നമ്മൾ എന്താ ആ അടി തലയുമേൽ അടിക്കാത്തത്? വേറെ ഒരു ഭാഗത്തും അടിക്കാതെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ച് അടിക്കണത് എന്തുകൊണ്ടാ? അപ്പം ഈശ്വരൻ എവിടെയുണ്ട്? ഹൃദയത്തിലുണ്ട് എന്ന് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ഒരു പരമസത്യ. ഈശ്വരൻ പുറത്ത് എവിടെയുമല്ല ഇരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഹൃദയം ഹൃദ്യമായത് എന്നാണ് അർത്ഥം, അഥവാ മധുരമുള്ളത്. മധുരത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിയന്ത്രിക്കാനായിട്ട്. ശ്രദ്ധിക്കുക. ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്താണെന്നറിയോ? എന്താ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി? ഒരിക്കൽ ഒരു ഭക്തൻ ചെന്ന് രമണ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ,
എനക്ക് കടവുളെ പാക്കണോ. എന്തെന്നാ പറഞ്ഞത്? എനിക്ക് கடவுளை பார்க்கணும். அதுக்கு ബദലാ അവർ എന്നെ சொன்னா നീ സുമ്മാവേ ഉட்கார்ந்தா പോതും. അതിന് മറുപടിയായിട്ട് അവർ എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു നീ എന്ത് ചെയ്താൽ മതി? ചുമ്മാതെ ഇരിക്കാൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എപ്പോൾ ഏതായിരിക്കും? ചുമ്മാതിരിക്കല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ചുമ്മാതിരിക്കുക എന്ന് പറയുമ്പോൾ പടിപിടിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കല്ല പറയുന്നത്, മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ ഉപശമിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ശരീരത്തിനെ അടക്കി വെച്ചാലും മനസ്സിൻ്റെ വ്യാപാരം നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഇരിക്കുന്ന സജ്ജനങ്ങളിൽ നല്ല ഒരു ശതമാനത്തിൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്ന കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഇരിക്കുന്നതിൽ ഇപ്പോൾ പലരുടെയും ചിന്ത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യപ്പ ഈ സത്രവും കഴിഞ്ഞ് സത്സംഗവും കഴിഞ്ഞ് നാമജപവും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ചെരുപ്പ് അവിടെ കിടക്കുമോ? ചെരുപ്പ് എടുത്തുകൊണ്ട് പോകുന്നവനെ കണ്ടു കഴിഞ്ഞാൽ പൂവിട്ട് പൂജിച്ചവൻ്റെ പാദത്തിൽ നമസ്കാരവും ചെയ്യണം. കാരണം ചെയ്ത് കൂട്ടുന്ന പാപത്തിൻ്റെ ഫലമാണ് ഏത് സാധനം? ചെരുപ്പെന്ന് പറയുക. അതെടുത്തുകൊണ്ട് പോകാൻ വീട്ടുകാർ പോലും വരില്ല. അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നവൻ ത്യാഗിയല്ലേ? അത് കൊണ്ടുപോയി അവൻ അനുഭവിക്കാനല്ലേ പോകുന്നത്. അപ്പം ശ്രദ്ധിച്ചോളുക. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇനി മഹാഭാരതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണം. മഹാഭാരതത്തിൽ കർണനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യമാണ് കാറ്റിനേക്കാൾ വേഗതയേറിയതും പിന്നെ ഒരു മൃഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിലേക്ക് നമ്മൾ കിടക്കാം. കാറ്റിനേക്കാൾ വേഗതയേറിയതെന്ത് എന്ന് കർണനോട് ചോദിക്കുമ്പോൾ കർണൻ പറയുന്ന മറുപടി മനസ്സ്. ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു സമസ്യ, കരയിൽ ഏറ്റവും ശക്തിയുള്ള ജീവി ഏതാ? കേട്ടില്ല. കരയിൽ ഏറ്റവും ശക്തിയുള്ള ജീവി, ഞാൻ നിങ്ങളോടാ ചോദിച്ച്, എൻ്റെ മുഖത്ത് ദയനീയമായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. കരയിൽ ഏറ്റവും ശക്തിയുള്ള ജീവി ഏതാ? ആനയല്ല. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. കരയിൽ ഏറ്റവും ശക്തിയുള്ള ജീവിയാണ് കുതിര. മോട്ടോറിനും എഞ്ചിനുമൊക്കെ HP പവർ എന്നാ പറയുക, ഹോഴ്സ് പവർ എന്നാ പറയുക, കുതിര ശക്തി എന്നാ പറയുക അല്ലേ? ആനശക്തി എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറയാം, പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, അട്ടയ്ക്ക് കണ്ണും കൊടുക്കരുത് കുതിരയ്ക്ക് കൊമ്പും കൊടുക്കരുത് എന്ന് പറയും. ഏറ്റവും ശക്തിയുള്ള സാധനമാണ്. കർണനോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? കുതിരയേക്കാൾ ശക്തിയേറിയത് എന്താണ് കർണ എന്ന് ചോദിക്കുമ്പോൾ കർണൻ മറുപടി പറയുന്നുണ്ട്, മനസ്സ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, മനസ്സിനെ നമ്മുടെ ദർശനത്തിൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഒന്ന്, കാറ്റിനേക്കാൾ വേഗതയേറിയതും കുതിരയേക്കാൾ ശക്തിയേറിയതുമാണ് എന്ത്? മനസ്സ് എന്ന് പറയുക. മനസ്സിന് സ്ഥായി ഭാവമില്ല. അത് ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ച എന്ന വണ്ണം എവിടെയാണോ കൂടുതൽ നമുക്ക് മേന്മകൾ ഉണ്ടാവുന്നത് എന്ന് കാണുമ്പോൾ അങ്ങോട്ടേക്ക് ചാടി പോകുവാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിയെയാണ് പശുബുദ്ധി എന്ന് പറയുക. എന്തെന്ന് പറയുക? പശുബുദ്ധി. ആ പശുബുദ്ധിക്ക് ഉള്ളവരെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടവളാണ് ആര്? സാക്ഷാൽ ഭഗവതി. അതുകൊണ്ട് അവളെ വിളിച്ച പേരെന്താണ്? പശു ലോക ഭയങ്കരി. ഭഗവാനെ നമ്മൾ വിളിച്ചു പശുലോക ഭയങ്കര എന്ന് വിളിച്ചു. പശുലോക ഭയങ്കരി. ഇനിയും ശ്രദ്ധിക്കണം, നമ്മൾ ശൈവ ആഗമ സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ ശൈവധർമാചാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പങ്ങളിലൊന്നാണ് പശു പാസം പതി എന്ന് പറയും. തമിഴിൽ പറയും എന്തെന്ന് പറയാ? പശു പാസം പതി. അഥവാ മലയാളത്തിൽ പറയുമ്പോൾ പശു പാശം പതി. ശ്രദ്ധിച്ചോ പറഞ്ഞത്? ആഗമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാ പറയുന്നത്. പശു പാശം പതി. അപ്പൊ ഇതിൽ പശു എന്ന് അവതരിപ്പിച്ചിരിക്കുന്നു, പാശമുണ്ട്, അതേപോലെ തന്നെ ആരുമുണ്ട്? പതിയുമുണ്ട്. അപ്പൊ ഇതിൽ പശു എന്ന് വെച്ചാൽ എന്താ? പശു എന്ന് വെച്ചാൽ എന്താ? നമ്മളെ പോലെയുള്ള ജീവവർഗങ്ങൾ, എണ്ണമറ്റതായിരിക്കുന്ന, അസംഖ്യം വരുന്നതായിരിക്കുന്ന ജീവവർഗങ്ങളെയാണ് എന്തെന്ന് പറയുക? പശു എന്ന് പറയുക. ഈ പശുവിനെ ബന്ധിക്കുന്ന ഒരു സാധനമുണ്ട് ഇല്ലേ? എന്താ? പാശം. എന്താ പാശം എന്ന് വെച്ചാ? രാഗസ്വരൂപ പാശാഢ്യാക്രോധോ കാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോ ദണ്ഡ പഞ്ചതന്മാത്ര സായക. ഇത് ഏത് കിടക്കുന്നതാ? ലളിതാ സഹസ്രനാമത്തിൽ കിടക്കുന്നതാ. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വെച്ചത്? പാശം ഇല്ലേ? എന്താ പാശം? കയറ്.
അപ്പൊ ഈ കയറ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് എടുത്ത് ചിന്തിക്കുക. നമുക്കറിയാം കയറ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് സ്വത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊരു വസ്തുവിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് നമ്മൾ ഉപയോഗിക്കുക? കയർ ഉപയോഗിക്കുക. സകല ലളിതാ ത്രിപുര സുന്ദരിയുടെയിൽ പരമേശ്വരിയുടെ കയ്യിലുണ്ടേത് ഈ പാശത്തിനെ. ഇതേപോലെ തന്നെ മറ്റ് അസംഖ്യം വരുന്നതായ ദേവതാസങ്കല്പങ്ങളുടെ എല്ലാത്തിൻ്റെയും കയ്യിൽ എന്തുണ്ട്? ഈ പാശവുമുണ്ട്. എന്തിനാ പാശത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ആഗമ സിദ്ധാന്തത്തിൽ പാശം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാന് എൻ്റേത്. നമ്മൾ ഈശ്വരനോട് അടുക്കും തോറും അടുക്കരുത് 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 എന്ന് പറഞ്ഞ് നമ്മളെ പിൻവലിക്കുന്നതാണ് നമ്മുടെ ഈ ബന്ധനങ്ങൾ. നമുക്ക് ബന്ധനം തരുന്നത് കൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ബന്ധുക്കൾ എന്ന് വിളിക്കുക. പറയണത് മനസ്സിലായോ? നമ്മളെ കണ്ടിട്ടില്ലേ, ഈ ചക്കയുടെ അരക്ക് എടുക്കുന്ന കണ്ടിട്ടില്ലേ അമ്മമാര്? എങ്ങനെ നമ്മൾ എടുത്തു കഴിയും തോറും അത് ചുറ്റിക്കൊണ്ടിരിക്കണ മാതിരിയാണ് നമ്മുടെ ബന്ധുക്കളും, നമ്മുടെ ബന്ധുത്വം എന്ന് പറയുക. അപ്പൊ നമ്മളെ സദാസമയവും കെട്ടിവരിഞ്ഞ് മുറുകിയിരിക്കുക, അതാണ് പാശം എന്ന് പറയുക. പശുവായിരിക്കുന്ന നമ്മളെ ബന്ധിക്കുന്നതാണ് ഏത്? ഈ പാശം എന്ന് പറയുക. ഇനിയുള്ളതാണ് പതി. അപ്പൊ പതി ആരായിരിക്കും? സാക്ഷാൽ പരമശിവനാണ് പതി. അതുകൊണ്ടാണ് ഭഗവാനെ ജീവവർഗങ്ങളുടെ മുഴുവൻ ഈശ്വരനായതുകൊണ്ട്, നാഥനായതുകൊണ്ട് കൈലാസേശ്വരനെ നമ്മൾ വിളിക്കുന്ന പേര് പശുപതി എന്ന നാമത്തിൽ ഭഗവാനെ വിളിക്കുന്നത്. പശുപതി കേട്ടിട്ടില്ലേ വാക്ക്? പശുപതി. പശുക്കളുടെ, പശു എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പാല് തരുന്ന മൃഗത്തിനെ അല്ല അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സമസ്ത ജീവവർഗങ്ങളെയും സമസ്ത പശുബുദ്ധികളെയും അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഇത് പശു എന്നതായ അർത്ഥം കൊണ്ട്, വാക്കുകൊണ്ട്. പശുലോക ഭയങ്കരി എന്ന് ഭഗവതിയെ വിളിക്കുന്നതും അതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ എന്താകുന്നു? മനസ്സാകുന്നു എന്ന് പറഞ്ഞു. അടുത്തത് അതിസുന്ദരമായി പറഞ്ഞിരിക്കുന്നു പ്രജാപതി. പ്രജാപതി എന്താകുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? യാഗത്തിനെ സൂചിപ്പിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ആത്മീയമായിരിക്കുന്ന സങ്കല്പത്തില്, ഭാരതീയ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്, ഒന്ന് യജ്ഞവും രണ്ട് യാഗവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വാക്കുകള്? ഒന്ന് യജ്ഞമെന്നും രണ്ട് യാഗമെന്നതും. എന്താണ് യജ്ഞം, എന്താണ് യാഗം? നമ്മളിവിടെ നടത്തുന്നുണ്ടല്ലേ, സജ്ജനങ്ങളുടെ ത്രാണനത്തിന് വേണ്ടി നടത്തുമ്പോൾ ഇതിനെ എന്തെന്ന് പറയും? സത്രം എന്ന് പറയും ഇല്ലേ? സത്തുക്കളുടെ ത്രാണനമാകുമ്പോൾ സത്രം എന്ന് പറയും. അപ്പൊ യജ്ഞം എന്താ? യജ്ഞം എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് എന്താ വരിക? ഭാഗവത സപ്താഹം വരും ഇല്ലേ? മനസ്സിലേക്ക് ഓടി വരും. അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വ്യക്തിയാധിഷ്ഠിതമായിരിക്കുന്ന ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടി. അപ്പൊ യാഗം എന്താ? യാഗം എന്നത് കേട്ടിട്ടില്ലേ? സോമയാഗം കേട്ടിട്ടില്ലേ? അതിരാത്രം എന്നതായ അനവധി യാഗങ്ങളുണ്ട്. യാഗങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം, കേട്ടിട്ടുണ്ടാവും, യാഗം ചെയ്ത് കഴിയുമ്പോൾ മഴയുണ്ടാവും, വർഷമുണ്ടാവും. കേട്ടിട്ടില്ലേ? വർഷം, മഴയുണ്ടാവും യാഗം ചെയ്ത് കഴിയുമ്പോൾ. യാഗം ചെയ്യുന്നത് പ്രകൃതിക്ക് വേണ്ടിയിട്ട്, പ്രകൃതിയിലെ മാറ്റങ്ങൾ വരുത്തുന്നതിന്, നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന വരൾച്ച മാറ്റുന്നതിന് യാഗങ്ങൾ നടത്തും. സമൃദ്ധിക്ക് വേണ്ടിയിട്ട് യാഗങ്ങൾ നടത്തും. ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് യാഗങ്ങൾ നടത്തും. അപ്പൊ ഇവിടെ പ്രജാപതി എന്ന് കൊടുത്തിരിക്കുന്നത് യാഗങ്ങളെ. ഇനിയും ശ്രദ്ധിക്കണം, ഈ യാഗം എന്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു? ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? യാഗങ്ങൾ എന്തിൽ അധിഷ്ഠാനപ്പെടുത്തിയിരിക്കുന്നു? യാഗങ്ങൾ കർമ്മത്തിൽ അധിഷ്ഠാനപ്പെടുത്തിയിരിക്കുന്നു. എന്തിലാണ്? കർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ കർമ്മങ്ങൾ ഏതിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? വേദങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. എന്തിലാണ് വെച്ചിരിക്കുന്നത്? വേദങ്ങളിൽ. വേദം എവിടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? പരബ്രഹ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ആദ്യം പരബ്രഹ്മത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? വേദങ്ങൾ ഉണ്ടാകുന്നു. വേദത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? കർമ്മങ്ങൾ ഉണ്ടാകുന്നു. കർമ്മത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? യാഗമുണ്ടാകുന്നു. യാഗത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? വർഷം, മഴയുണ്ടാകുന്നു. വർഷത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? അന്നമുണ്ടാകുന്നു. അന്നത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? ജീവൻ ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക, ബ്രഹ്മത്തിൽ നിന്ന് വേദങ്ങൾ ഉണ്ടാകുന്നു. വേദത്തിൽ നിന്ന് കർമ്മങ്ങൾ ഉണ്ടാകുന്നു. കർമ്മത്തിൽ നിന്ന് യാഗങ്ങൾ ഉണ്ടാകുന്നു. യാഗത്തിൽ നിന്ന് വർഷമുണ്ടാകുന്നു. വർഷത്തിൽ നിന്ന് അന്നമുണ്ടാകുന്നു. അന്നത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുകയും
മേന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് എന്തുള്ളത്, യാഗങ്ങൾ നടത്തുന്നത്. ഇനി നമ്മൾ തുടങ്ങിയത് 30 മുക്കോടി ഈശ്വര സങ്കല്പങ്ങളിലൂടെയാണ് നമ്മൾ സത്സംഗം ആരംഭിച്ചതില്ലേ. ഈ 30 മുക്കോടി ദേവതാ സങ്കല്പങ്ങൾ എടുക്കുമ്പോഴും അതിൽ ഏറ്റവും വ്യത്യസ്തമായിരിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്ന ഒരു മൂർത്തിയാണ് ആര്, നമ്മുടെ അയ്യപ്പസ്വാമി എന്ന് പറയുക ഇല്ലേ. ഭഗവാൻ ഇരിക്കുന്ന രൂപത്തിന് തന്നെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഭാവമുണ്ട്. ഇതേ രൂപത്തിലിരിക്കുന്ന മറ്റ് 2 ദേവതമാരുടെ ഉണ്ട് ഈ അസംഖ്യം വരുന്ന ദേവതാ സങ്കല്പങ്ങളിൽ, ഋഷീശ്വരന്മാരുടെ സങ്കല്പത്തിൽ. അതിൽ ഒന്നാണ് യോഗ ദക്ഷിണാമൂർത്തി, 2 യോഗ നരസിംഹമൂർത്തി. ശ്രദ്ധിച്ചു കേൾക്കുക. അയ്യപ്പസ്വാമി ഇരിക്കുന്ന ഇതേ യോഗിക് പോസ്ചറിൽ ഇരിക്കുന്ന 2 ദേവതമാർ കൂടെയുണ്ട്. അതിലൊന്നാണ് യോഗ ദക്ഷിണാമൂർത്തിയും, ഒന്ന് യോഗ നരസിംഹമൂർത്തിയും. അപ്പൊ ഇനി ആദ്യം നോക്കുക, യോഗ ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി ആരാ ദക്ഷിണാമൂർത്തി? കേട്ടില്ല? ആരെയാ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുക? സാക്ഷാൽ പരമശിവ പരമ്പൊരുളിനെയാണ് എന്തെന്ന് പറയുക, ദക്ഷിണാമൂർത്തി. തെക്ക് ദിക്കിൽ നിന്ന് ദർശനമായി കണ്ട് പാതിയടഞ്ഞ കണ്ണുകളോടുകൂടി കഴുത്തിൽ സ്ഫടികമാലകൾ ധരിച്ചുകൊണ്ട് മുമ്പിലിരിക്കുന്നതായിരിക്കുന്ന സനകാദി മഹർഷിമാർക്ക് വേദജ്ഞാനത്തിനെ മൗനത്തിലൂടെ ഉപദേശിച്ചു കൊടുക്കുന്ന പരമഗുരുവര്യനാണ് ആര്, ദക്ഷിണാമൂർത്തി എന്ന് പറയുക. നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലൊക്കെ ചെന്നാൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുണ്ട്. അറിവ്, ബോധത്തിനെ സരസ്വതിക്ക് പ്രദാനം ചെയ്യുന്നവനാണ് ആര്, ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തിയിൽ നിന്നാണ് ശാസ്താവ് കൈലാസത്തിൽ വെച്ച് സർവശാസ്ത്രങ്ങളും അഭ്യസിക്കുന്നത്. സാക്ഷാൽ ദക്ഷിണാമൂർത്തിയിൽ നിന്നും സരസ്വതീ ദേവിയിൽ നിന്നുമാണ് ശാസ്താവിന് സമസ്ത വേദജ്ഞാനവും ലഭ്യമാകുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ യോഗ ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതാരാണ്, സാക്ഷാൽ പരമശിവനാകുന്നു. ഇനി അടുത്തത് യോഗ നരസിംഹമൂർത്തി. യോഗ നരസിംഹം ആരാണ്? ഈ യോഗ നരസിംഹം, നരസിംഹം ആരാ നരസിംഹമായിട്ട് വരണത്? നാരായണസ്വാമി. നാരായണൻ നരസിംഹമായിരിക്കുന്നു. ഇനിയും ശ്രദ്ധിക്കണം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അയ്യപ്പസ്വാമി ഇരിക്കുമ്പോൾ ഭഗവാൻ ഇതേപോലെ ഒരു കെട്ടുണ്ട് അല്ലേ. എന്തിനാ ഈ കെട്ട് വെച്ചിരിക്കണേ? എഴുന്നേറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? പിന്നെ ഇതേ കെട്ട് തന്നെ ആർക്കുണ്ട്? യോഗ ദക്ഷിണാമൂർത്തിക്കും യോഗ നരസിംഹമൂർത്തിക്കും ഇതേ ഒരു കെട്ട് വെച്ചിട്ടുണ്ട്. അതിനെ പട്ടാസനം എന്ന് പറയും, അല്ലെങ്കിൽ പട്ടബന്ധം എന്ന് പറയും. എന്തിനാ ഇത് കൊടുക്കുന്നതെന്നറിയോ? സകല അറിവും സകല കലകളും ഏതൊരുവനിൽ നിന്നാണോ ജന്മം കൊണ്ടിട്ടുള്ളത്, ഏതൊരുവനാണോ സർവശാസ്ത്ര പാരംഗതനായിരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നവന് മാത്രം കൊടുക്കുന്ന ഒരു പട്ടം കൂടെയാണ് ഏത്, ഈ പട്ടാസനം അഥവാ പട്ടബന്ധം എന്ന് പറയുക. അത് ധരിച്ചുകൊണ്ട് ഭഗവാൻ ഇരിക്കുന്നു. ഇനിയും ശ്രദ്ധിക്കേണ്ടത്, മറ്റൊരു ദേവതമാർക്കും ഇല്ലാതെ, അഥവാ ഈ ദക്ഷിണാമൂർത്തിക്കും അതേപോലെ തന്നെ യോഗ നരസിംഹമൂർത്തിയും കഴിഞ്ഞ് മൂന്നാമത് ഇതേ ഭാവത്തിൽ ഇരിക്കുന്നു അയ്യപ്പൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സ്വാമി ഇരിക്കുന്നത് എത്ര പടിയുടെ മുകളിലാണ്? 18 പടികളുടെ മുകളിൽ ഇല്ലേ. ഭഗവാൻ ഇരിക്കുന്നത് 18 പടിയുടെ മുകളിൽ. എങ്ങനെയാ ഭഗവാൻ ഈ 18 പടിയുടെ മണ്ടേ കയറിയത്? ഇതൂടെ കഴിയുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ശാസ്താവിന് കുതിര വാഹനമാകണത്. നമ്മൾ ഈ ശാസ്താപുരാണം നമ്മൾ നോക്കിക്കഴിഞ്ഞു വരുമ്പോൾ ഇതിൽ നമ്മൾ കാണുന്നുണ്ട് അയ്യപ്പൻ്റെ പലവിധ ഭാവങ്ങൾ, അഥവാ ധർമ്മശാസ്താവിൻ്റെ പലവിധ ഭാവങ്ങൾ. അതിൽ പൂർണ്ണാപുഷ്കലാംബ സമേതനായ ശാസ്താവ് ഇരിക്കുന്നത് ആനയുടെ പുറത്താണ്. ആനപ്പുറത്ത്. ശാസ്താവ് സിംഹത്തിൻ്റെ പുറത്തുമുണ്ട്, പുലിയുടെ പുറത്തുമുണ്ട്, ഏതിൻ്റെ പുറത്തുമുണ്ട്? കുതിരയുടെ പുറത്തുമുണ്ട്. നമ്മൾ പൊതുവേ നമ്മൾ കണ്ടു കഴിയുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ ശാസ്താസങ്കല്പത്തിൽ എടുക്കുമ്പോൾ എല്ലാം തന്നെയും, അല്ലെങ്കിൽ മിക്കവാറും മഹാശാസ്താ ക്ഷേത്ര സങ്കല്പങ്ങളിലും ധ്വജസ്തംഭത്തിൽ വാഹനമായി വെച്ചിരിക്കുന്നത് ആരെയാണ്? കുതിരയാണ് വെച്ചിട്ടുള്ളത്. പുലിയെ വെച്ചിട്ടില്ല, ആനയും വെച്ചിട്ടില്ല, ഒരിടത്തും വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പൂഞ്ഞാർ കോവിലകത്ത് എന്തോ ശാസ്താവിൻ്റെ ആനപ്പുറത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ധാരണയില്ല, കേട്ടിട്ടുണ്ട് ഒരിക്കലും പൂഞ്ഞാർ കോവിലകത്ത്. അപ്പൊ എന്തായാലും ശരി, ഈ ഒരു യോഗിക് പോസ്റ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ 18 പടിയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ അയ്യപ്പൻ എന്താണ് ലോകത്തിനെ പഠിപ്പിച്ചു തരുന്നത്? ക്ഷേത്രത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള പൂജ ഏതാ ക്ഷേത്രത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള പൂജ? ഞാനിങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നോക്കും ഏത് പൂജയാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന പൂജകൾ ഒന്ന് ശത്രു സംഹാര പുഷ്പാഞ്ജലി, ഒന്ന് സ്വയംവര പുഷ്പാഞ്ജലിയുമാണ്. ശ്രദ്ധിച്ചോണം.
ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടും. അയലോക്കക്കാരനെ അപ്പോൾ ഓർമ്മ വരും. അതിർത്തി മാന്തിക്കൊണ്ട് പോകുന്ന അവനാ. പാകിസ്ഥാനിൽ നിന്ന് ഞൊടിഞ്ഞുകയറ്റക്കാർ കയറുന്ന പോലെ കയറിക്കൊണ്ടിരിക്കുന്നു. അവനെ ഒതുക്കണമെങ്കിൽ ഒരു മാർഗമുണ്ട്. ഏതാ? ശത്രുസംഹാരം കഴിക്കുക. നല്ല ഗേമായി. ഇങ്ങനെയാണ് അമ്പലത്തിലേക്ക് അന്യൻ്റെ പരൻ്റെ ദ്രോഹം കണ്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് നടത്തുന്നത്? ശത്രുസംഹാര പുഷ്പാഞ്ജലി. നന്നായി, ബഹുവിശേഷമായി. ഒരുവനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത്. അവനവൻ്റെ ഉള്ളിലുള്ളതിനെയൊക്കെ നശിപ്പിക്കാനാണ് ആദ്യം ഇതൊക്കെ ചെയ്തു കൂട്ടേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യ, അഹങ്കാര, രാഗദ്വേഷ, ഡംബിനെ, അങ്ങനെയുള്ളതായിരിക്കുന്ന 8 എണ്ണം. ആ 8നെയും ആദ്യമേ അതിക്രമിക്കാൻ പഠിക്കണം. പിന്നീടുള്ളതാണ് 5 എണ്ണം. 5 എന്ന് പറയുന്നത് പഞ്ച ഇന്ദ്രിയങ്ങൾ. ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വലിയ ഇഷ്ടമല്ലേ? അല്ലേ? അങ്ങോട്ടേക്ക് നോക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നോക്കും. പറയരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറയും. അതെന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്? ചെയ്യരുതെന്ന് ഏതൊരു കാര്യം നമ്മളോട് പറയുന്നുവോ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവവിശേഷം. ശ്രദ്ധിക്കണം. ചെയ്യരുത് എന്ന് എന്ത് പറയുന്നുവോ, ചെയ്യരുത് എന്ന് എന്ത് നമ്മൾ മനസ്സിൽ കരുതുന്നുവോ, ഒരു അധർമ്മം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് അധർമ്മമാണ്, നീ അത് ചെയ്യരുത് എന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ ആത്മാവാണ് എങ്കിൽ, എന്നാൽ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അതിലേക്ക് തിരിക്കുന്നതാണ് ഏത്? നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്യുവാനുള്ള വ്യഗ്രത ഉണ്ടാവുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ 5നെയും കൂടെ അതിക്രമിക്കണം. അപ്പൊ 8 കഴിഞ്ഞു, 5 കഴിഞ്ഞു. ഇതിലൊന്ന് ആലോചിച്ച് നോക്കി. ഈ 5 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ 5ൽ ഏറ്റവും അപകടം പിടിച്ച സാധനം ഏതാ? ഏറ്റവും അപകടം പിടിച്ച സാധനം? ഏറ്റവും അപകടം പിടിച്ച സാധനം? വായിൽ കിടക്കണ സാധനം, നാക്ക്. ശ്രദ്ധിക്കണം. വായിൽ കിടക്കുന്ന നാക്ക് നേരാമണ്ണം ഉപയോഗിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ എണ്ണം കൂടും, പല്ലിൻ്റെ എണ്ണം കുറയുമെന്നും ഇരിക്കും. സൂക്ഷിക്കണം. വായിലെ നാക്കിലിരിക്കുന്നത് സരസ്വതിയാണ്. സരസ്വതി സർവശക്തി സ്വരൂപിണിയാണ്. നമ്മുടെ നാക്കിൽ സരസ്വതി ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്ന വാക്കുകൾ സത്യമായി ഭവിക്കണം. ജീവിതത്തിൽ ഒരാൾക്ക് പോലും വാക്ക് കൊടുക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞത്? പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഏത്? ഭീഷ്മര് കൊടുത്ത വാക്ക്, ബ്രഹ്മചര്യം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. അസ്ഥാനത്തെന്നല്ല, ഒരിക്കലും നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുക്കരുത്. നമ്മൾ മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ. കാരണം ആവശ്യമില്ലാത്ത വാക്കുകൾ കൊടുത്തതിൻ്റെ ഫലമാണ് ഏതുണ്ടായത്? മഹാഭാരത യുദ്ധമുണ്ടായത്. ഭീഷ്മരെ നേരാമണ്ണം ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ വൈകാരികമായിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. ദുഃഖിച്ചിരിക്കുന്ന സമയത്ത്, വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കരുത്. ശ്രദ്ധിച്ചോ പറഞ്ഞത്? വൈകാരികമായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത്. സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ എന്തെടുക്കരുത്? തീരുമാനങ്ങൾ എടുക്കരുത്. സന്തോഷത്തോടു കൂടി ഇരുന്ന് അമിത സന്തോഷം വരുമ്പോൾ നീ എന്ത് വേണേലും പറഞ്ഞോ, ഞാനത് ചെയ്തു തരാമെന്ന് പറയില്ലേ? പണ്ട് ഇതേപോലെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തിക്താനുഭവം അനുഭവിക്കുകയും ചെയ്തു. അത് മറ്റാരുമായിരുന്നില്ല, ദശരഥ ചക്രവർത്തി. ദശരഥൻ, അദ്ദേഹത്തിൻ്റെ 3 പത്നിമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ ആരായിരുന്നു? കൈകേയിയോടായിരുന്നു. കൈകേയിയെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ ആർക്ക് പറ്റത്തില്ലായിരുന്നു? ഇദ്ദേഹത്തിന് പറ്റത്തില്ലായിരുന്നു. അവസാനം എന്ത് ചെയ്തു? ക്ഷാത്രധർമ്മം അനുസരിച്ചുകൊണ്ട് ഒരിക്കലും സ്ത്രീയെ എവിടെ കൊണ്ടുപോകാൻ പാടില്ല? അടർക്കളത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇത് ഉല്ലംഘിച്ചുകൊണ്ട് ഈ ദശരഥ ചക്രവർത്തി ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നിയും കൊണ്ട് എവിടെ പോയി? അടർക്കളത്തിൽ പോയി. അടർക്കളത്തിൽ വെച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. തേർചക്രം ഉരുണ്ടുപോയി അദ്ദേഹത്തിനെ പിന്നീട് ശുശ്രൂഷിച്ചതാരാ? ഈ കൈകേയി. അതിൽ സംപ്രീതനായ മഹാരാജാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടില്ലേ കൈകേയിയോട്? കൈകേയി, നിനക്ക് എന്ത് വരം വേണമെങ്കിലും ഞാനിപ്പോൾ തന്നുകൊള്ളാം. സന്തോഷമായി. അന്ധമായ പത്നി സ്നേഹം കൊണ്ടുണ്ടായതാണ്. അന്ധമായ പത്നി സ്നേഹവും അന്ധമായിരിക്കുന്ന പുത്രസ്നേഹവും സർവത്ര അപകടങ്ങളിൽ കൊണ്ടുപെടുത്തും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയാനല്ല.
എൻ്റെ ശബ്ദത്തിനെ ഈ അന്തരീക്ഷത്തിൽ ലയിപ്പിച്ചിട്ട് എനിക്ക് പുണ്യമൊന്നും കിട്ടാനില്ല. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മനസ്സിലാവണുണ്ടോ പറയുന്നത്? ഒരു ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയരുത്. പണ്ട് ഭഗവാൻ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്ത് ശ്രീബുദ്ധ ഭഗവാൻ ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഇതുവഴി കേട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതുവഴി കളഞ്ഞേക്കുക. എന്താ പറഞ്ഞത്? ഇതുവഴി കേട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതുവഴി കളഞ്ഞേക്കുക. ഇതുവഴി കേട്ട് ഇതുവഴി അതിനെ കളയരുത്. പറയുന്നത് മനസ്സിലാവണുണ്ടോ? ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വൈകാരികമായിരിക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കരുത്. നമ്മൾ ജീവിതത്തിലേക്കൊന്ന് നോക്കണം. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും സജ്ജനങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളോട് സ്വയമേ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടല്ലോ, സുഖമായിട്ടും ദുഃഖമായിട്ടും. ഉണ്ടോ? അതോ ഒന്നുമില്ലയോ? അല്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ഹിമാലയത്തിലും പോയിരിക്കാം. അതാണ് നമുക്ക് പറ്റിയത്. സുഖവും ഇല്ല ദുഃഖവും ഇല്ല, സർവശാസ്ത്രം എല്ലാം കഴിഞ്ഞ് പരമഗതി അടഞ്ഞു എന്ന് അതിൻ്റെ അർത്ഥം. ആട്ടെ, സുഖം ഇപ്പം നമ്മുടെ ജീവിതത്തിനെ തന്നെ എടുക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അനുഭവങ്ങളാകുന്ന സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരു ത്രാസിൽ വെക്കുന്നു എന്ന് കരുതുക. ഒരു തട്ടിൽ എന്തുണ്ട്? സുഖവും ഒരു തട്ടിൽ ദുഃഖവുമുണ്ട്. ഇതിൽ ഏത് തട്ടായിരിക്കും താന്നിരിക്കുക? ഏത് തട്ടായിരിക്കും താന്നിരിക്കുക? ഏത് തട്ടായിരിക്കും താന്നിരിക്കുക? ദുഃഖത്തിൻ്റെയോ? ശിവ ശിവ, എൻ്റെയൊക്കെ സുഖത്തിൻ്റെ തട്ട് തന്നെ താന്നിരിക്കണത്. ദുഃഖത്തിൻ്റെ എന്ന് പറഞ്ഞവരൊന്ന് ആലോചിച്ച് നോക്കുക. അവരോടാണ് അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്: പരസഹായം കൂടാതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനുള്ള ആരോഗ്യം ശരീരത്തിനുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ശരി. ചൂടും മഴയും വെയിലും തണുപ്പും രാത്രിയും പകലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും അറിയാതെ കയറി കിടന്നുറങ്ങാൻ പാർപ്പിടമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഒരു നേരത്തിന് പകരം 4 നേരം കഴിക്കാൻ അന്നത്തിന് വഴിയുണ്ടോ? ഇനി ഇതിൽ കൂടുതൽ എന്നാ സുഖം വേണമെന്നാണ് ഈ പറയുന്നേ? ബാക്കിയെല്ലാം ചെയ്തു കൂട്ടുന്നതിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുന്നതാ ഇതുൾപ്പെടെ. ഇത്രയും ഈശ്വരൻ തരുമ്പോൾ കിട്ടിയതിൽ കൊണ്ട് സംതൃപ്തിപ്പെടാണ്ട് കൂടുതൽ വേണമെന്നുള്ളൊരാഗ്രഹത്തിലേക്ക് പോകുമ്പോഴാണ് ബാക്കി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ശമിപ്പിക്കുക. ഇതെല്ലാം ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ ഉള്ളിടത്തോളം കാലം നേരാവണ്ണം ഒന്നും ഭംഗിയായി പോകില്ല. അതിന് സുന്ദരമായി പറയുന്നു, ആത്മാവിൻ്റെ അവസ്ഥയനുസരിച്ച് പഞ്ച ഇന്ദ്രിയങ്ങളെ നയിക്കണം. അല്ലാതെ പഞ്ച ഇന്ദ്രിയങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് എന്തിനെ കൊണ്ടുപോകരുത്? ആത്മാവിനെ കൊണ്ടുപോകരുത്. ത്രിവിധം നരകസേദ്യം ദ്വാരം നാശനാമാത്മന കാമക്രോധസ്തഥാലോഭ സമാതേതം ത്രയം ത്യജേ. ഭഗവത്ഗീത 3-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചു കേൾക്കുക. ത്രിവിധം നരകസേദ്യം ദ്വാരം നാശനാമാത്മന കാമക്രോധസ്തഥാലോഭ സമാതേതം ത്രയം ത്യജേ. 3 കാര്യങ്ങളാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുക. 1 കാമം, 2 ക്രോധം, 3 ലോഭം. ഇനി നമ്മൾ ശ്രീരാമനെ തന്നെ ഒന്നെടുത്ത് ചിന്തിച്ചേ. ഇപ്പോൾ അയോധ്യയിൽ ഭഗവാന്റെ ജന്മസ്ഥലത്ത് ശ്രീക്ഷേത്രം ഉയർന്നു വരികയാണ്. നമ്മൾ ശ്രീരാമന്റെ ചരിത്രത്തിലൂടെ കഥകളിലൂടെയൊക്കെ പോകുമ്പോൾ ശ്രീരാമനെ ആസ് എ മാൻ, ഒരു വ്യക്തി എന്ന തലത്തിൽ ശ്രീരാമനെ നമ്മളൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈശ്വര പരിവേഷം മാറ്റി വയ്ക്കൂ. ഈശ്വര പരിവേഷമായി കഴിഞ്ഞാൽ എന്തും അസാധ്യമാണ്. ഈശ്വരൻ എന്ന രീതിയിൽ കാണാതെ ആസ് എ മാൻ, ആസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ രാമനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ അനുഭവിച്ചതിൽ കൂടുതൽ കഷ്ടപ്പാടും പ്രയാസവും ദുഃഖവും ദുരിതവും ആരനുഭവിച്ചു? ശ്രീരാമൻ അനുഭവിച്ചു. ഒന്നും അനുഭവിക്കാതെ പോയില്ല. അത് മാത്രമോ, മരണപ്പെട്ടു പോയ സ്വന്തം പിതാവിൻ്റെ മരണവാർത്തയും അറിഞ്ഞില്ല. അത് മാത്രമല്ല, അച്ഛന് വേണ്ടി ശേഷക്രിയ പോലും ചെയ്യുവാൻ ഭാഗ്യമില്ലാതെ പോയവനാണ് ആര്? ശ്രീരാമൻ എന്ന് പറയുക. അതും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് സീതാപഹരണം നടക്കുന്ന സമയത്ത് സീതയെ അന്വേഷിച്ചുകൊണ്ട് ദുഃഖിച്ച് അലഞ്ഞ് വൃക്ഷലതാദികളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു രാമനെയും വാൽമീകി രാമായണത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനുള്ളതായിരിക്കുന്ന എല്ലാ ദുരിതങ്ങളിലൂടെയും കടന്നുപോയി അതിനേക്കാൾ ഒരു പടി കൂടുതലായിരുന്നു ആര്? ശ്രീരാമൻ അനുഭവിച്ച് മുമ്പോട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോഴും ശ്രീരാമൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ എൻ്റെ വാസനാമൂർത്തിയും ശ്രീരാമസ്വാമിയാണ്. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു അവസ്ഥകളിലൂടെ ചിന്തിക്കുമ്പോൾ ഇത്രയും ഗ്രഹപ്പഴ പിടിച്ച ഒരു ദേവൻ വേറെ ആരുമില്ല.
വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇന്നും രാമനെ വെറുതെ വിടില്ല. ഇപ്പോഴും നമ്മൾ ഹിന്ദുക്കളടക്കം സീതയെ കൊണ്ട് കാട്ടിത്തള്ളി എന്നും പറഞ്ഞ അഭിമാനത്തിലാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇന്ന് വരെ വാൽമീകി രാമായണം എന്ന് പറയുന്ന പുസ്തകം കൈകൊണ്ട് മറിച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ധാർമ്മികമായിട്ട് ഭാര്യയെ കൊണ്ട് നടന്നല്ലെന്ന് ഒരാളെ ഭാരതത്തിൽ ഋഷീശ്വരന്മാര് മര്യാദാ പുരുഷോത്തമ എന്ന് വിളിക്കുവോ? ആട്ടെ, ഒരു ചോദ്യം, സീതയെ കൊണ്ട് കാട്ടിക്കളഞ്ഞിട്ടുണ്ടോ? ഇത് കളയാനെന്താ വല്ല പൂച്ചക്കുഞ്ഞോ വല്ലതായിരുന്നോ? പിന്നെ എന്ത് കണ്ടിട്ടാണ് നാളെ നിങ്ങളെ പറഞ്ഞുകൊണ്ട് നടന്നത് മുഴുവൻ സീതയെ കൊണ്ട് കാട്ടിക്കളഞ്ഞു? ഇത് ചിന്തിച്ചോണ്ട് വരണം. നാളത്തെ ദിവസം വരുമ്പോൾ തരുന്ന ഹോംവർക്ക് നമ്പർ 2. നാളെ വരുമ്പോൾ ഇനി ഇതും കണ്ടുപിടിച്ചോണ്ട് വരണം. രാമായണം വീട്ടിൽ പോയി രാമായണം എടുത്ത് വായിച്ച് മറിച്ച് നോക്കണം. എന്തുകൊണ്ട് സീത വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തപ്പെട്ടു? വാൽമീകി ആരാണ്? സീതയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് രാമായണം എഴുതി തന്നത്. നമ്മൾക്കറിയാം, ജനകന്റെ പുത്രിയാണ് അവളാര്? ജാനകി. ജാനകിയെ ലഭിച്ചത് എങ്ങനെയാ? ആരുടെ പുത്രിയാണ്? അവളുടെ അമ്മ ആരാ? അവളെ എവിടെ നിന്ന് കിട്ടിയതാ? ഭൂമിയിൽ നിന്ന് കിട്ടിയത് അല്ലേ? ഭൂമിയിൽ നിന്ന് കിട്ടിയ, സീതത്തിൽ നിന്ന് കിട്ടിയതായതുകൊണ്ടാണ് അവളെ എന്തെന്ന് വിളിക്കണേ? സീത എന്ന് വിളിക്കുക. വാൽമീകി ഏതിൽ നിന്ന് വന്നതാ? ചിതൽപുറ്റിൽ നിന്ന് വന്നതാ, മണ്ണിൽ നിന്ന് വന്നതാ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് 3 പുരുഷന്മാരേ ഉള്ളൂ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഒന്ന്, ജന്മം കൊടുത്ത് അനുഗ്രഹിച്ച അച്ഛൻ. രണ്ടാമത്തത്, കൂടെ പിറന്ന സഹോദരൻ. 3, ജീവിതം കൊടുക്കുന്ന ഭർത്താവ്. മക്കളെയൊക്കെ മാറ്റി വെക്കാം, മക്കളൊക്കെ വേറെ ഇതിൽ പോകും. 3 പേര്. ജന്മം കൊടുത്ത് അനുഗ്രഹിച്ച അച്ഛൻ, കൂടപ്പിറപ്പ്. 3, ജീവിതം കൊടുക്കുന്ന ഭർത്താവ്. മര്യാദാ പുരുഷോത്തമനായ രാമചന്ദ്രൻ നമ്മളിപ്പോൾ കണ്ടു, പറഞ്ഞു ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് വന്നവളാണ് സീതയും, മണ്ണിൽ നിന്ന് വന്നവനാണ് ആര്? വാൽമീകിയും. ഒരേ അമ്മയുടെ 2 മക്കൾ. അപ്പം സീതയ്ക്ക് വാൽമീകി ആരായിരിക്കും? സീതയ്ക്ക് വാൽമീകി ആരാ? അപ്പോ ആരുമല്ലെന്നോ? ആരാ? ഒരു അമ്മയുടെ 2 മക്കളെ നമ്മൾ എങ്ങനെയാ വിളിക്കുക? സഹോദരൻ എന്നാ വിളിക്കുക. അപ്പൊ സീതയെ കൊണ്ട് കാട്ടിത്തള്ളിയതാണോ? സീതയെ കൊണ്ട് സഹോദരനെ ഏൽപ്പിച്ചതാണോ? സഹോദരനെ ഏൽപ്പിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സീത. രാമൻ അറിയാമായിരുന്നു സീത സിംഹാസനത്തിൽ അമരുന്നിടത്തോളം കാലം അധമനായിരുന്ന രാവണന്റെ കൊട്ടാരത്തിൽ പോയി, രാവണന്റെ ദേശത്ത് പോയി 1 കൊല്ലത്തോളം താമസിച്ചിട്ടുണ്ട്, തടവിലായാൽ പോലും. ഒരിക്കൽ ഇങ്ങനെ ഏതോ ഒരു യുക്തിവാദി ഇങ്ങനെ നിന്ന് പ്രസംഗിക്കണത് കേട്ടിട്ടപ്പോൾ ചിരിയും വന്നു. എന്താണെന്നറിയോ? രാമനേക്കാൾ എന്തെല്ലാം കൊണ്ടും ശ്രേഷ്ഠനായോ രാവണൻ. എന്താണ് കണ്ടുപിടിച്ച കാരണം എന്നറിയോ? ഇത്രയും 1 വർഷം കൊണ്ട് തടങ്കിൽ പാർപ്പിച്ചപ്പോൾ പോലും ഒരിക്കൽ പോലും ദേഹത്ത് തൊട്ടില്ല പോലും. അതിൽ പറഞ്ഞ ന്യായീകരണം, അന്യന്റെ ഭാര്യയെ കൊണ്ട് തടങ്കിൽ താമസിപ്പിച്ചതല്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? ദേഹത്ത് തൊട്ടുപോലും ഇല്ലെന്ന്. രാവണൻ ഒരു ശാപമുണ്ട്. എന്താണെന്നറിയോ? വേദമതി കൊടുത്തൊരു ശാപമാണ്. അനുവാദമില്ലാതെ ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിൽ നീ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഇത് ആവശ്യമാണ്. ഈ ഒരു വരബലം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇല്ല, ആലുവയിൽ നടന്ന ആ ഒരു അധമനെയും ഇല്ല, തീവണ്ടിയിൽ എടുത്ത് ചാടി കൊണ്ടുപോയ അതേപോലെയുള്ള അധമന്മാരെ ഒന്നും നമുക്ക് സമാജത്തിൽ കിട്ടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ വേണം ചില നേരത്ത്. അപ്പോൾ അന്ന് പുരാണത്തിൽ ഒന്നേ ഉള്ളെങ്കിൽ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുക്കിലോട്ട് ചെന്ന ഒരു 5-6 എണ്ണത്തിന് ഒരുമിച്ച് കാണാൻ പറ്റും. അതാണ് വ്യത്യാസം എന്ന് പറയുക. അപ്പോൾ പറഞ്ഞു വന്നത്, അധികം ദീർഘിപ്പിക്കുന്നില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നതിൽ, ഈ ശ്രീരാമൻ്റെ കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രീരാമൻ എന്തുകൊണ്ട് ഭാരതത്തിന്, ലോകത്തിന് ആദർശ പുരുഷനാകുന്നു? ഒരു സമസ്യയാണ്. എന്തുകൊണ്ടും രാമനെ മര്യാദാ പുരുഷോത്തമനായി ലോകം അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമാണ് രാമായണം പറയുന്നത്. രാമൻ ഒരിടത്തും ക്രുദ്ധിച്ച ഭാഗങ്ങൾ രാമായണത്തിലില്ല. രാമൻ ആരോടും കോപിച്ചിട്ടില്ല, ക്രുദ്ധിച്ചിട്ടില്ല. കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണന്റെ അടുത്ത് പോലും നീ ക്രോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്വാന്തനിപ്പിക്കുന്ന ഒരു ശ്രീരാമനെയാണ് ഇതിലുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള രാമൻ എന്ന് പറയുക. അവൻ ക്രോധിച്ചിട്ടില്ല ആരോടും.
ആ ഒരൊറ്റ മഹത്വമാണ് ശ്രീരാമൻ എന്നതായ അവതാരത്തിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കുക. ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തേത് രാവണൻ. അവൻ്റെ 10 തല എന്ന് പറഞ്ഞു. 10 തല എന്തൊക്കെയാ? 4 തല വേദങ്ങളും 6 തല വേദാംഗങ്ങളും. അവനൊന്നുമില്ലാത്തവനൊന്നുമല്ല, എല്ലാം ഉള്ളവൻ തന്നെയായിരുന്നു ആര്? രാവണൻ. പക്ഷെ നമ്മൾ പറയാറാണ് 5 ലിറ്റർ പാലാണേലും ഒരു തുള്ളി വിഷം തീർന്നു കഴിഞ്ഞാൽ ആ പാല് കൊള്ളുമോ? പിന്നെ കൊള്ളില്ല. എല്ലാ ഗുണഗണങ്ങളും ഉണ്ടായിട്ടും സ്ത്രീലംബടനായിരുന്നു ആര്? രാവണൻ. ഏതൊരു പുരുഷന്റെ ഉയർച്ചയ്ക്കും ഏതൊരു പുരുഷന്റെ സർവനാശത്തിനും കാരണം ആരായിരിക്കും? എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും. മഹാഭാരതത്തിലേക്ക് നോക്കുമ്പോൾ മണ്ണിന് വേണ്ടിയിട്ടാണ് മഹാഭാരതമെങ്കിൽ രാമായണം എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വൈകാരികമായിരിക്കുന്ന സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കരുത്, ജാഗ്രതയോടെ പെരുമാറണം, യുക്തമായി പെരുമാറണം. എല്ലാം ഈശ്വരൻ നടത്തിത്തരുമെന്ന് പറഞ്ഞ് ആരും ജീവിക്കണ്ട. ഇങ്ങോട്ട് ഇറങ്ങി നേരിട്ട് 18-ാം പടി ഇറങ്ങി വന്ന് അയ്യപ്പൻ വന്ന് ഇതെല്ലാം സോൾവ് ചെയ്യാനും മാത്രമുള്ള പുണ്യവാന്മാരും പുണ്യവതികളൊന്നും ഈ ലോകത്തിലില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? ഭഗവത്ഗീതയിൽ പറയുന്നു, മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മചേതസാ നിരാശർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്യ വിഗതജ്വര. ഇത്രയും സുന്ദരമായി പറയുന്നുണ്ട്. കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ഭഗവാനിലേക്ക് സമർപ്പിക്കണം. ആദ്യം പറഞ്ഞു കാമം, രണ്ടാമത്തത് ക്രോധം. കാമത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് ക്രോധം എന്ന് പറയുക. ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് ഒന്നും ഉണ്ടാവാറില്ലേ? ക്രോധമുണ്ടാവും, ഇല്ല ദേഷ്യമുണ്ടാവും. ദേഷ്യം ഏതിൽ പോയി പരിണമിക്കും? ദേഷ്യം പരിണമിക്കുന്നതാണ് സ്മൃതി ഭ്രംശം എന്ന് പറയും. നമ്മൾ പറയാറില്ല, ദേഷ്യം വന്നപ്പോൾ ഞാൻ വായി വന്നതൊക്കെ അങ്ങ് പറഞ്ഞു എന്ന് പറയും. കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് വായിൽ വരുന്നതൊക്കെ അപ്പോൾ പറയുന്നത്? ഈ ക്രോധത്തിനൊരവസ്ഥയുണ്ട്. അടുത്ത് നിൽക്കുന്നത് ആരാണെന്നും ചുറ്റുപാട് നിൽക്കുന്നത് ആരാണ് എന്നൊന്നും ചിന്തിപ്പിക്കുവാനുള്ള ഒരു അവസരം ആര് കൊടുക്കില്ല? ക്രോധം കൊടുക്കില്ല. അമ്മയാണോ അച്ഛനാണോ ബന്ധുക്കളാണോ ഭാര്യയാണോ ഭർത്താവാണോ എന്നൊന്നും ചിന്തിക്കുവാനൊരു അവസരം ആര് കൊടുക്കില്ല? ക്രോധം കൊടുക്കില്ല. അതുകൊണ്ടാണ് സ്മൃതിഭ്രംശം എന്ന് പറയുക. സ്മൃതിഭ്രംശം ഏതിൽ പോകണു? ബുദ്ധിഭ്രംശത്തിൽ പോകണു. എന്തിൽ പോകണു? ബുദ്ധിഭ്രംശം. അപ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാക്കുക, ദേഹോപദ്രവങ്ങൾ ഉണ്ടാക്കുക, മറ്റു ദുരിതങ്ങൾ ഉണ്ടാക്കുക. ഈ സ്മൃതിഭ്രംശവും ബുദ്ധിഭ്രംശവും ഏതിൽ അവസാനിപ്പിക്കുന്നു? സർവനാശത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കാമം ക്രോധം ഇതിനെ രണ്ടിനെ ഉപേക്ഷിക്കണം. കൂടെ നീ എന്തിനേയും കൂടെ ഉപേക്ഷിക്കണം? ലോഭത്തിനെ കൂടെ ഉപേക്ഷിക്കണം. എന്താ ലോഭം? എന്താ ലോഭം? ലോഭം എന്ന് വെച്ചാൽ എന്താ? എല്ലാ ദിവസവും രാവിലെ പേപ്പർ വരുമ്പം അമ്മമാർ ആദ്യം എന്തോ നോക്കുന്നേ? റബ്ബറിൻ്റെ വിലയാണോ? പിന്നെ മുഖ്യമന്ത്രി രാജിവെച്ചോന്നാണോ? അതോ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് പോയെന്നാണോ? പിന്നെ സ്വർണത്തിൻ്റെ വില ഇല്ലേ? ഇപ്പം കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വരുമ്പോഴേ മരുമോളുടെ അടുത്ത് പറയില്ല, എന്ത് വരണം നീ എന്ത് കൊണ്ടുവരണം? ഒരു ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുവരണം എന്ന് പറയും. ഇല്ല, ഇൻഡക്ഷൻ കുക്കറിലേ നമ്മൾ കഴിക്കും. എന്തൊരവസ്ഥയാണ്! ശിവ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്കൊന്നുമില്ല ജീവിതത്തിൽ വരാനായിട്ട്. അപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുക. ദ്രവ്യവസ്തുക്കളോടുണ്ടാകുന്ന അമിതമായ അഭിനിവേശത്തിനെയാണ് എന്തെന്ന് പറയുക? ലോഭം എന്ന് പറയുക. അതെന്തുമാവട്ടെ, കാമം എന്ന് പറയുന്നത് സ്ത്രീയോട് മാത്രം തോന്നൽ. ഏതൊരാഗ്രഹവും ക്രമാതീതമാകുമ്പോൾ അല്ലെങ്കിൽ അത്യാപത്തിലേക്ക് നയിക്കുന്നത് എന്തും എന്തായിരിക്കും? കാമമായിരിക്കും. 3 ബ്രഹ്മോപദേശം ചെയ്തു നൽകുന്നത്. ഇത്രയും കാര്യങ്ങൾ സജ്ജനങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെല്ലാം ഗുരുനാഥന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സഹനാവഹതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വീനവാതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.